ഹായ് ഗൈസ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യുക്ക് റേഷ്യോ എന്താണെന്നുള്ളതാണ്. നമ്മൾ പ്രീവിയസ്ലി കറണ്ട് റേഷ്യോ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്യുക്ക് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാം. ക്യുക്ക് റേഷ്യോ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് മനസ്സിലാക്കാം. എക്സാമ്പിളും കൂടി വെച്ച് ഞാൻ മനസ്സിലാക്കിപ്പിക്കാം നിങ്ങൾ എന്താണെന്നുള്ളത്. ക്യുക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഓബ്ലിഗേഷൻസ്, സെയിം ലൈബിലിറ്റീസ് ഒക്കെ കമ്പനിക്ക് ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റുന്ന കമ്പനിയാണോ അല്ലയോ എന്നാണ് നമ്മൾ അറിയുന്നത്. ഇതിന് ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും കൂടി പറയും. അപ്പൊ നമുക്ക് ഇതിലൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്, ക്വിക്ക് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ്, അതിൻ്റെ അകത്ത് നമുക്ക് ക്യാഷ്, റിസീവബിൾസ്, ലിക്വിഡ് സെക്യൂരിറ്റീസ്, അതിനെ നമ്മൾ എല്ലാത്തിനെയും കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കറണ്ട് ലൈബിലിറ്റീസ്. നമുക്ക് വേറൊരു ഫോർമുല പറ്റും മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഞാനൊരു വേറെ ഫോർമുല ഇട്ടിട്ടുണ്ട്. ക്വിക്ക് റേഷ്യോ അതിൻ്റെ കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രി, അതിനെ നമ്മൾ ബ്രാക്കറ്റിട്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. TCSൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. അതിൻ്റെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 1,26,940 crores ആണ്. മൈനസ് 29 crores ഇൻവെൻട്രി ഉണ്ട് കമ്പനിക്ക്. അതിനെ ഡിവൈഡഡ് ബൈ നമ്മൾ ഈ കറണ്ട് ലൈബിലിറ്റീസ് 48,482. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2.61 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി ഞാനിത് സ്ക്രീനറിലും കൂടി നിങ്ങളെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കി തരാം. നമ്മൾ screener.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുന്നത് TCS എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിന് നമ്മൾ താഴത്തേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാം എഡിറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സേവ് ക്വിക്ക് റേഷ്യോ കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻവെൻട്രിയും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻവെൻട്രി ഉണ്ട്, കണ്ടോ, ഇൻവെൻട്രി എന്ന് പറയുന്ന സംഭവം കാണിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് ലൈബിലിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാധനമാണ് വേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വിക്ക് റേഷ്യോ. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഇത് നമ്മൾ 1,26,940 നമ്മളിതിനെ ഇൻവെൻട്രിയിൽ മൈനസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഈ ഒരു കറണ്ട് ലൈബിലിറ്റീസ് കൊണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. 2.62 എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെയ്ത ആൻസർ നമുക്ക് കിട്ടും. 2.61 എന്നാണ്, അതിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 2.62 എന്നാണ് ഇവരെ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്